നമസ്തേ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ സംസ്കൃതം പരീക്ഷ എഴുതാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നൊരു ടോപ്പിക്കാണ് ടിപ്പണി എന്ന് പറയുന്നത് അല്ലേ. ടിപ്പണി എങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള പാഠങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറഞ്ഞാൽ ഹൊർത്തൂസ് മലബാറിക്കൂസ് എന്ന ഒരു വിഷയം വരുന്ന ഒരു പാഠഭാഗമാണല്ലേ. ഹൊർത്തൂസ് മലബാറിക്കൂസ് ഇതി ഗ്രന്ഥസ്യ വിഷയെ ലഘു ടിപ്പണിയും ലിഖത എന്ന് നിങ്ങളോട് ചിലപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതണം എന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ പഠിച്ച ഒരു പാഠഭാഗമാണ് അല്ലേ. നോക്കാം ടിപ്പണി എങ്ങനെയാണ് എഴുതുന്നത് എന്ന്. നമ്മൾ ആദ്യം ഒരു ടിപ്പണി എഴുതുകയാണെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ അതിൻ്റെ ടോപ്പിക് അങ്ങ് എഴുതി വെക്കണം അല്ലേ. ആദ്യം ടോപ്പിക് എഴുതി വെക്കാം. ഹൊർത്തൂസ് മലബാറിക്കൂസ് എന്ന് നമ്മൾ ഹെഡിങ് കൊടുത്തു അല്ലേ. ഇനി ടിപ്പണി എങ്ങനെയാണ്? നിങ്ങൾ ടിപ്പണി എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക, നന്നായിട്ട് വായിക്കുക. ആ ക്വസ്റ്റ്യനിൽ ഏതാണോ ടോപ്പിക്ക് പറഞ്ഞത് ആ ടോപ്പിക്ക് തന്നെ നേരെ നിങ്ങളെ ആൻസർ ഷീറ്റിലേക്ക് എഴുതി വെക്കണം. കുറച്ച് വലുതാക്കി നല്ല വൃത്തിയിൽ നിങ്ങൾ സെൻട്രലാക്കിയിട്ട് എഴുതി വെക്കാം. ഹൊർത്തൂസ് മലബാറിക്കൂസ് എന്ന് എഴുതി വെക്കാം. എന്നിട്ട് ശേഷം എങ്ങനെയാ തുടങ്ങുക? ഒരു പാരഗ്രാഫായിട്ട് വേണം തുടങ്ങാൻ. പാരഗ്രാഫായിട്ട് എങ്ങനെയാണ്? പ്രസിദ്ധ സസ്യവിജ്ഞാന ഗ്രന്ഥ ഭവതി ഹൊർത്തൂസ് മലബാറിക്കൂസ്. പ്രസിദ്ധമായിട്ടുള്ള ഒരു സസ്യവിജ്ഞാനത്തിനെ കുറിച്ച്, സസ്യങ്ങളെ കുറിച്ചുള്ള അറിവ് നൽകുന്ന ഒരു വിജ്ഞാന ഗ്രന്ഥമാണ് ഹൊർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയാം. അസ്യ ഗ്രന്ഥസ്യ കർത്ത, ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഡച്ച് ദേശീയനാണ്. ഇവിടുത്തെ ദേശക്കാരനൊന്നുമല്ല, ഈ ദേശക്കാരനൊന്നുമല്ല, ഡച്ച് ദേശീയനായിട്ടുള്ള ഹെൻറിക് വാൻ റീഡ് മഹോദയ. ഹെൻറിക് വാൻ റീഡ് എന്ന് പറയുന്ന ഒരു സാറാണ് എന്ന് പറയുന്നു. അസ്മിൻ ഗ്രന്ഥേ, ഈ ഗ്രന്ഥത്തില് കേരളേ വിദ്യമാനാനാം സസ്യാനാം, കേരളത്തിലുള്ള സസ്യാനാം സസ്യങ്ങളുടെ ഗുണസ്വരൂപ വിഷയെ, ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ സ്വരൂപം എങ്ങനെയാണ് ആ ചെടി നിൽക്കുന്നത്, ആ സസ്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സസ്യാനാം മൂലം, അതായത് സസ്യങ്ങളുടെ വേരിനെ കുറിച്ച്, കാണ്ഡങ്ങളെക്കുറിച്ച്, കിഴങ്ങുകളെക്കുറിച്ചാണ്. പത്രം, ഇലയെക്കുറിച്ച്. പുഷ്പം, പുഷ്പത്തിനെ കുറിച്ച്. ഫലം, ആ കായയെക്കുറിച്ച്. ബീജം, വിത്തിനെ കുറിച്ച് ഒക്കെ ഈ വിഷയങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഗ്രന്ഥസ്യ രചനായി, ഗ്രന്ഥത്തിന്റെ രചനയ്ക്ക് വേണ്ടിയിട്ട്, ഈ ഒരു ഗ്രന്ഥം രചിക്കാൻ വേണ്ടിയിട്ട്, ഹൊർത്തൂസ് മലബാറിക്കൂസ് എന്ന ഗ്രന്ഥം രചിക്കാൻ വേണ്ടിയിട്ട് ബഹവഹ കേരളീയ പണ്ഡിതാഹ, ഒരുപാട് കേരളീയ പണ്ഡിതന്മാർ സഹായം ദത്തവന്തഹ, സഹായം നൽകിയിട്ടുണ്ട്. ആരെയാ സഹായിച്ചത്? ഹെൻറിക് വാൻ റീഡിന് ഒരുപാട് കേരളീയരായിട്ടുള്ള പണ്ഡിതന്മാർ ഈ ഒരു ബുക്ക് രചിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗ്രന്ഥം രചിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. തേഷു പ്രമുഖ ഭവതി, അവരിൽ പ്രമുഖനായിരുന്നു ആര്? കൊല്ലാട്ടു വൈദ്യൻ എന്നു പേരുള്ള പ്രസിദ്ധനായിട്ടുള്ള ഇട്ടി അച്യുതൻ മഹോദയ. ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന ആ മഹാശയൻ പ്രസിദ്ധനായിരുന്നു കേരളീയ പണ്ഡിതന്മാരിൽ. ഇനി എന്താണ് പറയുന്നത്? ഔഷധ സസ്യാനാം രേഖാചിത്രം, ഔഷധ സസ്യങ്ങളെയൊക്കെ രേഖാചിത്രം, അതിൻ്റെ ഫോട്ടോ എന്നൊക്കെ ഉള്ള അർത്ഥം. ആ രേഖാചിത്രമൊക്കെ വിവിധാസു ഭാഷാസു എടുത്തിട്ട്, ആ രേഖാചിത്രമൊക്കെ അതിൽ പ്രിന്റ് ചെയ്തിട്ട്, വിവിധാസു ഭാഷാസു പല ഭാഷകളിലായിട്ട്, തേശാം നാമാനിച്ച്, അതിൻ്റെ പേരുകൾ പല ഭാഷകളിലും എങ്ങനെയാണ് വരുന്നത്, ആ സസ്യങ്ങളുടെ പേരുകൾ പല ഭാഷകളിലും എങ്ങനെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അസ്മിൻ ഗ്രന്ഥേ ഉല്ലിഖിതാനി സന്ധി, ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏവം, ഇങ്ങനെ മലയാള ലിപി, നമ്മുടെ ലിപിയാണല്ലേ മലയാള ലിപി, ഇതം പ്രഥമതയ, ആദ്യമായിട്ട് അസ്മിന്നേവ ഗ്രന്ഥേ, ഈ ഗ്രന്ഥത്തിൽ തന്നെ മുദ്രിത അഭവത്, മുദ്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അയം ഗ്രന്ഥ, ഈ ഗ്രന്ഥം 12 ഭാഗേഷു, എത്ര ഭാഗത്തിലാണ്? 12 വിഭാഗമായിട്ട്, 12 ഭാഗമായിട്ട് എന്നാണ്. എത്ര അധ്യായങ്ങൾ എന്നൊക്കെ നമ്മൾ പറയൂലേ, 12 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അസ്മിൻ ഗ്രന്ഥേ, ഈ ഗ്രന്ഥത്തിൽ എന്താണ്? മലബാർ പ്രദേശസ്യ, നമ്മുടെ ഈ മലബാർ പ്രദേശത്തുള്ള സസ്യാനാം വിഷയെ എന്നാണ്. ഏത് പ്രദേശത്തെയാണ്? മലബാർ പ്രദേശത്തിലുള്ള സസ്യങ്ങളുടെ വിഷയത്തിലാണ്. ഇതി കാരണേന വിഷയെ അസ്തി ഇതി കാരണേന, ഈ നമ്മുടെ ഈ ഒരു മലബാർ പ്രദേശത്തിൽ ഉള്ള സസ്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന കാരണേന ഗ്രന്ഥസ്യ നാമ, ഈ ഒരു ഗ്രന്ഥത്തിന്റെ പേരെന്താക്കി മാറ്റി അവര്? മലബാറിക്കൂസ് എന്നല്ലേ, ഹൊർത്തൂസ് മലബാറിക്കൂസ് എന്നാണ് അല്ലേ.
മാറ്റിയത്. നമ്മുടെ ഈ മലബാർ ദേശത്തിലെ സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പേര് വരാൻ കാരണം എന്ന് പറയുന്നു. അയം ഗ്രന്ഥ, ഈ ഒരു ഗ്രന്ഥം ജനഹൃദയേഷു, ജനങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് സദാശോഭത, എപ്പോഴും നിലനിൽക്കുന്നു, എപ്പോഴും തിളങ്ങി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പണി തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് പഠിക്കുക. പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ എഴുതുകയും ചെയ്യുക, ഫുൾ മാർക്ക് വാങ്ങിക്കണം. ശരി, അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദ.